എന്തേന് ഗഫൂർക്ക, നിങ്ങള് രാവിലെ മുതൽ ഇരിപ്പാണല്ലോ. നമ്മൾ ഒരേ ഒരു ആന്തരിയല്ലേ സുക്കൂർ, ഓന്റെ കാര്യം ഓർത്താണ്. നിങ്ങൾ ഇത്ര ബേജാറാവാൻ മാത്രം ഒന്നുമില്ലാന്ന്, എല്ലാം സലാമത്താവൂന്ന്. ചെക്കൻ 10ാം ക്ലാസ് ആണേ, പരീക്ഷയൊക്കെ എന്നത്തോടെ കഴിയും, അതാ ഞമ്മള് പേടി. ഓനെ ഞമ്മക്ക് ശരിക്കൊന്ന് ഉപദേശിക്കണം, സ്കൂള് പൂട്ടിയല്ലേ. അതാണ് ഞമ്മളെയും പേടി. ഓനെ പുരയിൽ എങ്ങനെ ഓർപ്പിക്കും? കുരുത്തക്കേടെന്ന് പറഞ്ഞ ഏറ്റാ കുരുത്തക്കേടാ. എന്തെങ്കിലും ക്ലാസ്സിന് ഉണ്ടാക്കിയാലോ? ഓന് പോയത് തന്നെ മര്യാദക്ക് അങ്ങ് സ്കൂളിൽ തന്നെ പോണില്ല, എന്നിട്ടല്ലേ സ്കൂള് പൂട്ടിയിട്ട് ക്ലാസ്സിന് പോണത്. ഇങ്ങക്ക് എന്തിന്റെ കാറ്റാണ്? എന്താ ചെയ്യാ? ഈ ഒരു ഐഡിയ പറയും. അല്ല ഗഫൂർക്ക, നിങ്ങളൊരു കുടുംബക്കാരനില്ലേ കമ്പ്യൂട്ടറായിട്ട് എന്തോ കച്ചവടം ചെയ്യുന്ന, എന്തോ സോഫ്റ്റ്വെയറോ ഐടിയോ അങ്ങനെ എന്തോ? അതൊക്കെ ഉണ്ട്. ഓനെ ഞമ്മക്ക് അങ്ങോട്ട് അയച്ചാലോ? അതെന്തിനാ? ഓൻ അവിടെ എന്താക്കാനാ? ഒന്നുമില്ലേലും ഒരു പണി പഠിക്കാലോ. ഓനിവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഒന്ന് ഇരിക്കട്ടെ നീ. അത് വേണോ? 2 മാസമൊക്കെ പോവോ? പണി പഠിക്കാൻ പറഞ്ഞു വെച്ചിട്ട് അവസാനം പണി കിട്ടുവോ? പാപ്പാ പണി കിട്ടി, പണി കിട്ടി. ആർക്ക് പണി കിട്ടി? നമുക്ക് പണി കിട്ടി പാപ്പാ. അല്ല മോനെ, അന്റെ തല എന്താ വല്ല മെഷീനിലും കുടുങ്ങിയതാണോ? എന്താണ് ഉമ്മ ഇതൊക്കെ? ഇപ്പത്തെ സ്റ്റൈലാ, പഠിപ്പും ഇല്ല വിവരവും ഇല്ല. അല്ല, അനക്കിപ്പോ ഇവിടെ പണി കിട്ടിയത് ആരാണ് പറഞ്ഞത് അനക്ക് ജോലി തരാന്ന്? നമ്മള് പരീക്ഷ കഴിഞ്ഞ് നേരെ നമ്മളെ ചെങ്ങായി ഇസ്മായിലിന്റെ പേരെ പോയി. അപ്പോ ഇസ്മായിലിന്റെ ബാപ്പയാണ് പറഞ്ഞത്. ഇസ്മായിലിന്റെ വാപ്പ വസീറല്ലേ? മൂപ്പര് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണല്ലോ. ഇവന് എന്ത് ജോലിയാണ് കൊടുത്തത്? അല്ലടോ, എന്നോട് എന്താണ് പറഞ്ഞത്? നമ്മളോന്റെ പൊരയെ കേറുമ്പോ തന്നെ ഓന്റെ ഉമ്മാനോട് ഓന്റെ വാപ്പ പറയാ, കൂള് കൂട്ടാൻ നേരില്ല, അപ്പോഴേക്ക് ആ കുരുത്തം കെട്ടോ വരുന്നുണ്ട്, ചേക്കനൊരു പണി കൊടുക്കണോന്ന്. ഇല്ലം ഇലക്ട്രോണിക്സ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, മാവൂർ റോഡ്, കാലിക്കറ്റ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. Picnic, dates and dry fruits.